ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ അടിപൊളി മഞ്ഞച്ചോറാണ്. ഇപ്പോൾ അധിക സ്ഥലത്തൊന്നും മഞ്ഞച്ചോറ് ഉണ്ടാവില്ല. അപ്പോൾ മൗലൂദിൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ അതാ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. നല്ല ചിക്കൻ്റെ കറിയുണ്ട്, മഞ്ഞച്ചോറുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാന്ന് തോന്നിയാലും കണ്ടാൽ നമ്മൾ കഴിച്ചു പോകുന്ന അത്രയും ടേസ്റ്റാണ് കേട്ടോ അത്. എല്ലാ പച്ചക്കറികളും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ചിക്കൻ്റെ കറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന് നല്ല കുറുവ അരി ആട്ടോ എടുത്തത്. 1 കിലോ കുറുവ അരി എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടോ? പിന്നെതാ വലിയ ഉള്ളി ഉണ്ട്, പട്ട ഉണ്ട്, പിന്നെ വലിയ ജീരകം ഒരു നുള്ളെടുത്തിട്ടുണ്ട്, ഒരു 2-3 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ കറിവേപ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ച ഇതാണ് കേട്ടോ സവാള. അപ്പം ഞാൻ ഈ അരി ഒന്ന് നന്നായി കഴുകി ഒരു കൊട്ടയിലേക്ക് ഊറ്റിയിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നന്നായി കഴുകി ഞാനിതാ ഒരു കൊട്ടയിലേക്ക് ഊറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അത്യാവശ്യം വലിയൊരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിന് വെള്ളം വേണ്ട അരി ആയതുകൊണ്ട് നമുക്ക് വലിയ കുക്കർ തന്നെ വെക്കണം. ചെറിയ കുക്കറൊക്കെ വെച്ചാൽ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ കുക്കർ നന്നായി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള നമ്മളെടുത്ത് വെച്ച സാധനങ്ങളൊക്കെ അതിലേക്ക് ഇടണം. നമ്മളിപ്പോൾ പറഞ്ഞ ഏലക്കായ, പട്ട, ജീരകം എല്ലാം ഇട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായി ഇളക്കി അതിലേക്ക് നമുക്ക് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിന് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അരിൻ്റെ വേവിനനുസരിച്ച് വേണമെങ്കിൽ ഒരു 1/2 കപ്പ് കൂടെയൊക്കെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം നമുക്കിനി എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മളെ രണ്ടാമത്തെ കപ്പ് ഒഴിച്ചു. മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചില്ലേ, ആ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി തിളയ്ക്കാൻ വെക്കാം. പിന്നെ ഇതിൽ ആദ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതായത് ഈ വെള്ളത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഞങ്ങൾ തന്നെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൊപ്ര കൊണ്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതുകൊണ്ട് നല്ല വെളിച്ചെണ്ണൻ്റെ നല്ല സ്മെല്ലുണ്ട്. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. അല്ലെങ്കിൽ അരി അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഇത് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 3-4 വിസിലടിക്കണം കേട്ടോ. അത് ഓരോ അരിൻ്റെ അനുസരിച്ച് വേണം. നന്നായി വേവുള്ള അരിയാണെങ്കിൽ ഒരു 4 വിസിലൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ചോറ് നന്നായിട്ട് വേവണം. അതുകൊണ്ട് ഞാൻ 4 വിസിൽ ഇത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്കതിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനും പച്ചക്കായയും സവാളയും പൂളയും ഉരുളക്കിഴങ്ങും ഇനി ചേന, ചേമ്പ് എന്ത് വേണമെങ്കിലും ഇതിലിടാം കേട്ടോ. അങ്ങനെ എല്ലാ പച്ചക്കറികളും ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അത്. അപ്പോൾ കറിയിലിടാനുള്ള പൂള ഞാനിതാ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാ പച്ചക്കറികളും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ കുക്കറിലോട്ട് ഇടാൻ പോവാണ്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കഴുകി വെച്ച ചിക്കന് ഇതിലോട്ട് വെള്ളം പോക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളെല്ലാം ഇട്ട് കഴിഞ്ഞ് ചിക്കൻ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്കതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച പൂളയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ.
അപ്പം ഞാനിതാ തിളപ്പിച്ച് വെച്ച പൂളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ നിറയെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് ഇനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇട്ടു. ഇനി ഒരു ചെറിയ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച വെള്ളം അതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം നിറയെ വേണ്ട, കുക്കറിൽ നിന്ന് പുറത്തേക്ക് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി വരെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു 3 വിസിലടിക്കണം. കുക്കർ മൂടി ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് അതിലേക്ക് മല്ലീൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വിസിലടിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മല്ലി കൂടെ വെന്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ച് വെക്കാം. ഇനി ഒരു 3 വിസിൽ അടിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കർ മൂടിയിട്ട് വെച്ചു. ഇനി നമുക്ക് ചോറിൻ്റെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇതാ നമ്മുടെ മഞ്ഞച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വേവൊക്കെ പാകമായി വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി ഇടണം കേട്ടോ. അത് ചൂടൊക്കെ പോകുന്നവരെ അതിന് ഇളക്കിയിട്ടാൽ അതിൻ്റെ ഒട്ടലൊക്കെ മാറും കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയിടുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കറി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ചോറ് നന്നായി വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച കറീൻ്റെ കുക്കറും കൂടെ ഒന്ന് മൂടി തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കെന്ത് ചെയ്യാം, തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ഏലക്കായയും ചെറിയുള്ളിയും തേങ്ങയും കൂടെ ഒരല്പം ജീരകം കൂടെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ ആ അരപ്പൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിന് നമ്മൾ പൂളയും പച്ചക്കായയും പച്ചക്കറികളൊക്കെ ഇട്ടതായതുകൊണ്ട് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ തന്നെ ഇളക്കി അത് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കറി ഇളക്കി അത് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇത് ഇനി നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്കതെന്ത് ചെയ്യാം, ഒന്ന് വറവിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കറി അടിയിലൊന്നും പിടിക്കാതെ തന്നെ നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായി തിളച്ച ശേഷം നമുക്കിതെന്ത് ചെയ്യാം, ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ചെറിയുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ 2 സാധനം വെച്ചിട്ടാണ് നമ്മളിത് വറവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെറിയുള്ളി ഒന്ന് ചുവന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഇളക്കിയ ശേഷം ചെറിയുള്ളി നന്നായി ഒരു ചുവന്ന കളറായി വരുന്നുണ്ട്. അതൊന്ന് ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കൻ കറിയിലോട്ട് ചെറിയുള്ളിയും കറിവേപ്പിലയും നന്നായി വറവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പാത്രത്തിലേക്ക് വിളമ്പാം കേട്ടോ. അപ്പോൾ നമ്മുടെ മഞ്ഞച്ചോറും ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നല്ല അടിപൊളി മഞ്ഞച്ചോറാണ്. അപ്പം നമ്മൾ കുക്കറിൽ തന്നെയാണ് ഇതുണ്ടാക്കിയത്. ചോറും കറിയൊക്കെ കുക്കറിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി ഞാൻ വീണ്ടും വരാം. അപ്പം ബായ്.